യുദ്ധത്തിന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഇസ്രയേലിന്റെ അധികാര കേന്ദ്രങ്ങളെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കുടുംബത്തെയും ചുറ്റിപ്പറ്റി പരക്കുന്ന ദുരൂഹതകൾ ഇപ്പോൾ കൊടുമ്പിരികൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം ഇതാണ്: ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ യയർ നെതന്യാഹു എവിടെ? സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ അതീവ സജീവമായി ഇടപെടാറുള്ള എയറിന്റെ പെട്ടെന്നുള്ള നിശബ്ദത വെറുമൊരു സാങ്കേതിക പ്രശ്നമല്ലെന്നും അതിനു പിന്നിൽ വലിയൊരു കുടുംബ ദുരന്തം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഊഹാപോഹങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഈ സമയത്ത് നെതന്യാഹു കുടുംബത്തിലെ ഓരോ ചലനവും ലോകം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. മാർച്ച് 9 മുതൽ യയർ നെതന്യാഹുവിന്റെ എക്സ് അക്കൌണ്ട് പൂർണ്ണമായും നിശബ്ദമാണ്. ദിവസേന ഒന്നിലധികം തവണ പോസ്റ്റുകളും റീട്വീറ്റുകളുമായി പ്ലാറ്റ്ഫോമിൽ സജീവമായിരുന്ന ഒരു വ്യക്തി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അപ്രത്യക്ഷമായത് ലോകമെമ്പാടുമുള്ള ഇന്റലിജൻസ് നിരീക്ഷകരെയും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. ഈ നിശബ്ദത കേവലം ഒരു ഇടവേളയല്ല, മറിച്ച് ഇസ്രയേൽ ഭരണകൂടം പുറത്തുവിടാൻ ആഗ്രഹിക്കാത്ത ഏതോ വലിയ അപകടത്തിന്റെ സൂചനയാണെന്നാണ് സൈബർ ലോകം വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഈ യയർ നെതന്യാഹു? നെതന്യാഹുവിന്റെ കരുത്തനായ ശബ്ദമോ അതോ വിവാദ നായകനോ? ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മൂത്ത മകനായ യയർ നെതന്യാഹു കേവലം ഒരു പ്രധാനമന്ത്രിയുടെ മകൻ എന്നതിലുപരി ഇസ്രയേൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഡിജിറ്റൽ ശബ്ദങ്ങളിൽ ഒന്നാണ്. 1991 ജനിച്ച യയർ തന്റെ അച്ഛന്റെ വലതുപക്ഷ നയങ്ങളുടെ ഏറ്റവും ശക്തനായ വക്താവായാണ് അറിയപ്പെടുന്നത്. ഇസ്രയേൽ സൈന്യത്തിന്റെ ഇൻഫർമേഷൻ യൂണിറ്റിൽ പ്രവർത്തിച്ച പരിചയമുള്ള അദ്ദേഹം ആധുനിക ഡിജിറ്റൽ യുദ്ധതന്ത്രങ്ങളിൽ അതീവ ജ്ഞാനമുള്ള വ്യക്തിയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള യയർ ഇസ്രയേൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ തന്റെ മൂർച്ചയുള്ള വാക്കുകളിലൂടെ നേരിടാറാണ് പതിവ്. പലപ്പോഴും വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു കൂടിയാണ് യയർ. തന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രസ്താവനകളുടെ പേരിൽ പലതവണ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ അദ്ദേഹത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലിലെ ലിബറൽ വിഭാഗങ്ങൾക്കും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കുമെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന അദ്ദേഹം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ കരുത്തായി പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഗാസ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സൈന്യത്തിൽ ചേരാതെ അമേരിക്കയിലെ മിയാമിയിൽ തുടർന്നത് വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. എങ്കിലും നെതന്യാഹുവിന്റെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ യയർ വഹിക്കുന്ന പങ്ക് അത്ര ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള നിശബ്ദത ഇസ്രയേൽ രാഷ്ട്രീയത്തെ ഇത്രമേൽ ഉലയ്ക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കുടുംബത്തെക്കുറിച്ച് കഴിഞ്ഞ വാരാന്ത്യത്തിൽ പ്രചരിച്ച വാർത്തകൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പോലും പ്രതിരോധത്തിലാക്കിയിരുന്നു. നെതന്യാഹു അന്തരിച്ചുവെന്ന രീതിയിലുള്ള വാർത്തകൾ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെയാണ് പടർന്നത്. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഔദ്യോഗികമായ വിശദീകരണം നൽകേണ്ടിയും വന്നു. എന്നാൽ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ അവസാനിച്ച ഉടൻ തന്നെ ശ്രദ്ധ മുഴുവൻ മകൻ യയറിലേക്ക് തിരിയുകയായിരുന്നു. കുടുംബത്തിന് എന്തെങ്കിലും നിർഭാഗ്യകരമായ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. യയറിന്റെ ഈ പെട്ടെന്നുള്ള തിരോധാനം കേവലം ഇസ്രയേലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അദ്ദേഹത്തിന്റെ അച്ഛന്റെയോ അമ്മാവിന്റെയോ മരണത്തെക്കുറിച്ചുള്ള മുൻകാല അവകാശവാദങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്കും ഇത് വഴിമരുന്നിട്ടു. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്താക്രമണത്തിന് പ്രതികാരമായി ഇറാൻ നടത്തിയ മിസൈൽ വർഷം ഇസ്രയേലിനെ വലിയ രീതിയിൽ ഉലച്ചിരുന്നു. കഴിഞ്ഞ 16 ദിവസമായി തുടരുന്ന ഈ രക്തരൂക്ഷിതമായ പോരാട്ടത്തിനിടയിൽ നെതന്യാഹുവിന്റെ വസതി പോലും മിസൈൽ ആക്രമണത്തിനിരയായെന്ന് പലരും അവകാശപ്പെടുന്നു. ഈ ആക്രമണങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ ഇസ്രായേൽ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇറാൻ ലക്ഷ്യമിട്ട പ്രത്യേക മേഖലകളിൽ പോലും സന്ദർശനം നടത്തി തന്റെ കരുത്ത് തെളിയിച്ചിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ കഴിഞ്ഞ ഒരാഴ്ചയായി പൊതുവേദികളിൽ കാണാനുമില്ല എന്നതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. തന്റെ മകന്റെയും സഹോദരന്റെയും സുരക്ഷയെക്കുറിച്ചോ നിലവിലെ അവസ്ഥയെക്കുറിച്ചോ ഉള്ള വാർത്തകൾ നെതന്യാഹു മറച്ചുവെക്കുകയാണോ? അതോ രാജ്യം യുദ്ധത്തിന്റെ നടുക്കടലിൽ നിൽക്കുമ്പോൾ ജനങ്ങളുടെ ആത്മവീര്യം തകരാതിരിക്കാൻ ഭരണകൂടം നടത്തുന്ന രഹസ്യ നീക്കമാണോ ഇത്? ഔദ്യോഗിക വിശദീകരണങ്ങൾ പലതവണ വന്നിട്ടും നെതന്യാഹു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾക്ക് ഒട്ടും കുറവ് വരുന്നില്ല. യയർ നെതന്യാഹുവിനെ പോലെ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു യുവ നേതാവ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അസാധാരണമാണ്. യുദ്ധത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ച് നിരന്തരം സംസാരിച്ചിരുന്ന അദ്ദേഹം എവിടെയെന്ന ചോദ്യത്തിന് ഇസ്രയേൽ മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ വസതിക്ക് നേരെയും ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതോ കൂടുതൽ സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടതാണോ? കിംവദന്തികൾ ഓരോ നിമിഷവും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ സഹോദരന്റെ മരണത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചിലർ ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്.
യയർ നെതന്യാഹുവിന്റെ നിശബ്ദത ഇസ്രയേൽ ഭരണകൂടത്തിന് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് വാസ്തവത്തിൽ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിശബ്ദത ഒരു ഭീഷണിയുടെ കൂടി സൂചനയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറപ്പെടുവിക്കുന്ന സ്ഥിരീകരണങ്ങൾക്കും അപ്പുറം യയർ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതുവരെ ഈ ഊഹാപോഹങ്ങൾ അവസാനിക്കില്ല. യുദ്ധഭൂമിയിലെ മിസൈലുകളെക്കാൾ വേഗത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പടരുമ്പോൾ നെതന്യാഹു കുടുംബത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ലോകം ഉടൻ അറിയുമെന്ന് നമുക്ക് കരുതാം. ഈ നിഗൂഢതയ്ക്ക് പിന്നിൽ ഒരു വലിയ സത്യമുണ്ടോ അതോ ഇതൊരു ഡിജിറ്റൽ യുദ്ധതന്ത്രമാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാവും.